മദ്യനയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർദ്ദേശം ധനബില്ലിൽ എതിർപ്പ് പ്രകടിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യായീകരിച്ച കെ മുരളീധരൻ ഇഡി ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടർ ഗീന കുമാരിയെ മാറ്റി. തിരുവനന്തപുരം നഗരസഭയുടെ നിർണായക കൌൺസിൽ യോഗം നാളെ. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് തിരുവനന്തപുരം മേയർ. പ്രതീക്ഷിച്ചതെന്ന് വി രാജേഷ്. സിപിഎമ്മിനെ സഹായിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയാം, സിപിഎമ്മിനെ സഹായിക്കുവാനാണ് ഇനിയെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അറബിക്കടലിൽ ചക്രവാത ചുഴി. സംസ്ഥാനത്തെ നടപ്പാതകളുടെ അവസ്ഥയെന്ത്? കാൽനട യാത്രക്കാർക്ക് ഭയമില്ലാതെ നടക്കാനാകുന്നു. കോടതി ഇടപെടലിലെ നടപടി എന്തായി? ന്യൂസ് 18 പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കണ്ടേ? ആറ്റുകാൽ സ്വദേശിനിയുടെ മരണത്തിൽ ഭർത്താവ് റിമാൻഡിൽ. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുത്തു. ആരതിയുടെ ശരീരത്തിൽ ക്രൂരമർദ്ദനമേറ്റ 13 മുറിപ്പാടുകൾ. മർദ്ദന വിവരങ്ങൾ അതുലിന്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നുവെന്ന് കുടുംബം. ലഹരി മാഫിയയുടെ അടിവേര് തേടി ഓപ്പറേഷൻ തൂഫാൻ. കൊച്ചിയിൽ രാജ്യാന്തര ലഹരി സംഘത്തിലെ 4 കണ്ണിയടക്കം 4 പേർ പിടിയിൽ. ഷൊറൂരിൽ 17.06 ഗ്രാം MDMA പിടിച്ചെടുത്തു. പാലക്കാട് പുകയില ഉൽപ്പന്ന ശേഖരവുമായി ഉത്തർപ്രദേശ് സ്വദേശി പിടി. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഖമനിയുടെ സംസ്കാരത്തിൽ ആശയക്കുഴപ്പം. ലബനനിലേക്കുള്ള ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. ഭൂചലനത്തിൽ വിറങ്ങലിച്ച് വെനസ്വേല. മരണസംഖ്യ 1500 കടന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായഹസ്തവുമായി ലോകരാജ്യങ്ങൾ. ലോകകപ്പിൽ ഇനി നോക്കൌട്ട് പോരാട്ടങ്ങൾ. രാത്രി 12:30 കാനഡയ്ക്ക് എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. ബ്രസീൽ നാളെ ജപ്പാനെതിരെ. റെക്കോർഡുകൾ തിരുത്തി വീരീതിഹാസം തുടർന്ന് ലയണൽ മെസ്സി.